ട്രാൻസ്ഫോമർ നിർമ്മിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് ആളുകൾ അന്വേഷിച്ചിരുന്നു. എങ്ങനെയാണ് ട്രാൻസ്ഫോമർ, വ്യത്യസ്ത തരം ട്രാൻസ്ഫോമറുകൾ എങ്ങനെ ഉണ്ടാക്കുക എന്നും അതുവഴിയുള്ള ഒരു പരീക്ഷണത്തിന് വേണ്ടി കുറച്ച് കോഡുകൾ വരുത്തിയിട്ടുണ്ട്. കോറിന് മുമ്പ് ഞാൻ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലുള്ള വിഷ്ണു എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തോട് 2 ബോബിൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഈ ബോബിന്റെ നമ്പർ വരെ 16 നമ്പർ, ഇത് 3 ഇഞ്ചാണ്. ഇതാണ് ഇതിന്റെ കോറ് സാമ്പിൾ അയച്ചു തന്നത്. ഇത് 16 നമ്പർ കോറ്, ലാമിനേഷൻ കോറ്, E&I. ഈ 2 എണ്ണം ഒരു ട്രാൻസ്ഫോമറിൽ ചുറ്റണത് 2 ബോബിനിൽ ചുറ്റിയതാണ്. ഇവിടെ ചുറ്റുന്നത് തന്നെ ഇതിൽ തന്നെയാണ് പ്രൈമറി സെക്കൻഡറി. ഞാൻ രണ്ടും വേറെ വേറെ പരീക്ഷണത്തിലാണ് കേട്ടോ കാണിച്ചു തരാം എന്ത് പരീക്ഷണം നടത്താൻ പോകണം. അങ്ങനെ 2 ട്രാൻസ്ഫോമർ, 12 വോൾട്ടിന്റെ ഒരു ഇൻവേർട്ടർ, 1 kVA 1000 VA എന്ന ഒരു ട്രാൻസ്ഫോമറാണ്. അതിന്റെ കോറാണത്. വലിയൊരു പരീക്ഷണമാണ്. ഇതിൽ ട്രാൻസ്ഫോമർ അറിയുന്നവരൊക്കെ ഉണ്ടാവും. ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ട്രാൻസ്ഫോമറിന്റെ ഒരുപാട് അടുത്തൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് അതിന്റെ ബോബിൻ ഫൈബർ. ബോബിൻ ഫൈബറിന്റെ ബോബിനാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറഞ്ഞു തരാം. പിന്നെ എന്താണ്, അതിന്റെ സ്ക്രൂകളാണ്. ഇതാണ് അതിന്റെ കോറ്. ഈ ഒരു കോറിൽ ഞാൻ വലിയ ഒരു രസകരമായ ഒരു പരീക്ഷണമാണ് ഇതിൽ നടത്താൻ പോണത്. ഒരു ട്രാൻസ്ഫോമറാണ്, ഒരു ട്രാൻസ്ഫോമറിലേക്ക് ഇടുന്ന കോറാണ് ഞാൻ ചെയ്യാൻ പോണത്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഈ ട്രാൻസ്ഫോമറിൽ ഞാൻ ഈ ഒരു കോറ് ഇപ്പൊ ചെയ്യുന്നില്ല, ചെയ്ത് വൈൻഡ് ചെയ്ത് കാണിക്കുകയാണ്. എല്ലാം ഒരു ഭാഗത്തിട്ട് 2 ട്രാൻസ്ഫോമർ കൂട്ടിച്ചേർത്ത് ഒരു വലിയ പരീക്ഷണമാണ് നടത്താൻ പോണത്. അതിന്റെ അടുത്ത ഓരോ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇതിലിപ്പോൾ ചെയ്തിട്ടുള്ളത് ഇതിന്റെ പ്രൈമറി മാത്രം ഇവിടെ ചുറ്റി 300 സംതിങ് ടേൺസ്. ഇതിന്റെ ടേൺസ് എങ്ങനെ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ പരിചയപ്പെടാം. ഇതിൽ ചുറ്റിയിട്ടുണ്ട് ഇതിന്റെ പ്രൈമറി. ഇവിടെയാണ് സത്യത്തിൽ സെക്കൻഡറി വരേണ്ടത്. ആ സെക്കൻഡറിക്ക് പകരം ഞാൻ മറ്റൊരു ട്രാൻസ്ഫോമറിലാണ് സെക്കൻഡറി ചുറ്റിയിട്ടുള്ളത്. ഇതിലിപ്പോൾ സെക്കൻഡറി മാത്രമാണ് ചുറ്റിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതൊരു ഇൻവേർട്ടർ ആണെങ്കിൽ ഇത് പ്രൈമറി ആവും, ഇത് സെക്കൻഡറി ആകും. അല്ലെങ്കിൽ ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി, അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. നമുക്കിപ്പോൾ ഇതിനകത്തൊരു 220 വോൾട്ട് കൊടുത്താൽ ഈ ചുറ്റ് ഇവിടെ ചുറ്റുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു 12 24 വോൾട്ട് 10 20 30 40 ആംപിയറിൽ കിട്ടും. ഇതിപ്പോൾ രണ്ടും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അത് നിർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇത് രണ്ടും കൂടെ ഒരു ട്രാൻസ്ഫോമർ. അപ്പോൾ 2000 വാട്ട്സിന്റെ ഒരു ട്രാൻസ്ഫോമർ ഇത് മാറും എന്നത് മാത്രമല്ല, മറ്റൊരുപാട് പ്രത്യേകതകൾ ഇതിനുണ്ട്. അതിന് മുൻപ് നമുക്ക് ഇതിങ്ങനെ അടുപ്പിച്ച് വെക്കാൻ ഇവിടെ കുറച്ച് കട്ടിംഗ് ഒക്കെ നടത്താനുണ്ട്, കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ഈ കോർ തന്നെ, ഈ ഒരു ട്രാൻസ്ഫോമർ തന്നെ ഉപയോഗിച്ച് വ്യത്യസ്ത പവർ സപ്ലൈകളാണ് ഞാൻ ഓരോ വീഡിയോയിലും ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഒരു ഇലക്ട്രോണിക്സ് ടെക്നീഷ്യന്മാരോ ഇലക്ട്രീഷ്യന്മാരോ ആണെങ്കിൽ ഒരു ചെറിയൊരു ഐഡിയ ഉള്ളവർക്ക് വ്യത്യസ്ത പവർ സപ്ലൈ നമ്മുടെ ടേബിളിൽ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ, നിങ്ങളുടെ സർവീസ് സെന്ററുകളിൽ ടെസ്റ്റിങ്ങിന് വേണ്ടി ചെയ്യാൻ പറ്റും. ഇപ്പം ബാറ്ററി ചാർജർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പവർ സപ്ലൈ വേണം, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അതിന് ഇനി ഒരു വൈൻഡർ അടുത്തേക്ക് പോയി ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്യാൻ പോകണ്ട. അപ്പൊ ഇതുപോലത്തെ ഒരു കിറ്റ് തയ്യാറാക്കി ഇതെല്ലാം വേണം കേട്ടോ. ഇതിപ്പോൾ മൊത്തം നമുക്ക് 10 കിലോ ഉണ്ട്. ഇത് എന്ന് വെച്ചാൽ 2 ട്രാൻസ്ഫോമറുകളുടെ കോറാണ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സത്യത്തിൽ നമുക്ക് ഐ എന്ന് പറയുന്നത് ഇതാണ് ഐ. ഈ ഐയുടെ ആവശ്യമില്ല. ഇതിപ്പോൾ വാങ്ങിയപ്പോൾ ഒന്നിച്ചിങ്ങോട്ട് വാങ്ങി, കാരണം ഒരു സിംഗിൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ഈ മാത്രം ഇതിലേക്ക് ഇടും. 2ലും ഈ മാത്രം ഇട്ടാൽ എന്ത് സംഭവിക്കും? ജസ്റ്റ് ഒരു ഐഡിയ ഇപ്പോൾ പറഞ്ഞുതരാം. ബാക്കി പ്രാക്ടിക്കലായിട്ട് നമുക്ക് പിന്നീട് നോക്കാം. കാരണം ഒരു ഭാഗം മാത്രമാണ് ഞാൻ കോറിടുന്നത്. ഓക്കെ, ഇരുഭാഗം ഇടുന്നില്ല. ഇതിന്റെ ഒരു ഭാഗം മാത്രം ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇനി അതേപോലെ നമ്മൾ ഇതിനിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഈ 2 ട്രാൻസ്ഫോമറിന്റെ E ഉപയോഗിച്ച് ഒരു ഗംഭീര പരീക്ഷണം ആണ് ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത്. അടുത്ത ഓരോ വീഡിയോയിലൂടെ ഇതിന്റെ പരീക്ഷണം കാണിച്ചു തരാം. ഇതിലിപ്പോൾ 220 കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇതൊരു അടിപൊളി പവർഫുൾ മാഗ്നറ്റായി മാറും. അതേപോലെ ഒരെണ്ണം കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് 2 കൂടി യോജിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ഈ 2 മാഗ്നറ്റ് എന്ത് സംഭവിക്കും? എങ്ങനെയാണ് ഇതിൽ നിന്നും ഒരു പ്രൈമറിയിൽ നിന്നും ഒരു പവർ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇൻഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പ്രവർത്തിപ്പിച്ച് കാണിച്ചു തരാം. ഓക്കെ, അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് ഇതിന്റെ പരീക്ഷണം ലൈവ്